നമ്മളിപ്പോൾ ഉള്ളത് ചാലുക്യന്മാരുടെ ആസ്ഥാനമായ ബദാമിയിലാണ്. ഇവിടെ 4 മനുഷ്യനിർമ്മിത ഗുഹകളാണ് ഉള്ളത്. ഇത് ആദ്യകാലത്ത് വാതാബി എന്നും അറിയപ്പെട്ടിരുന്നു. ചാലുക്യന്മാർ AD 545 757 ഇടയിലുള്ള 2 നൂറ്റാണ്ടാണ് ബദാമി ഭരിച്ചിരുന്നത്. ഇത് ആദ്യ ഗുഹയുടെ മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ ആദ്യ ഗുഹ ശിവക്ഷേത്രമാണ്. ഇത് പുലികേശി ഒന്നാമനാണ് നിർമ്മിച്ചത്. നന്ദി കേശനെ ഇപ്പോൾ നമുക്ക് കാണാം. അകത്ത് ശിവലിംഗ പ്രതിഷ്ഠയുമുണ്ട്. ചുവരുകളിൽ ഭംഗിയുള്ള കൊത്തുപണികളാണ് പില്ലറുകളിൽ. ചുമരിൻ്റെ വശങ്ങളിലായി കാർത്തികേയനെയും ഗണപതിയെയും എല്ലാം നമുക്ക് ദൃശ്യമാണ്. കാർത്തികേയൻ്റെ പ്രതിമയാണ്. ശിവൻ, പാർവതി, കാർത്തികേയൻ, ഗണേശൻ എല്ലാമാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ചുമരുകളിൽ മനോഹരമായ കൊത്തുപണികളുണ്ട്. ഒന്നാമത്തെ ഗുഹയുടെ പുറത്തുനിന്നുള്ള ദൃശ്യമാണ്. ദ്വാരപാലകന്മാരെയും അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ഗുഹയുടെ പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ഗുഹയുടെ മുകളിലാണ് രണ്ടാമത്തെ ഗുഹ നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു മലനിരകളിലാണ്. ഇപ്പോൾ സൂര്യൻ നമ്മുടെ അഗസ്ത്യ തടാകത്തിൻ്റെ മുകളിൽ ഉദിച്ചു വരുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ഗുഹ വിഷ്ണു ക്ഷേത്രമാണ്. ഒന്നാമത്തെ ഗുഹയേക്കാൾ ചെറുതാണ്. തടാകത്തിൻ്റെ ദൃശ്യങ്ങൾ, ഭൂതനാഥ തടാകം അല്ലെങ്കിൽ അഗസ്ത്യ തടാകം, അഗസ്ത്യ തീർത്ഥമെന്നും പറയും. താഴെ നൃത്തം ചെയ്യുന്ന ഗണങ്ങളെ നമുക്ക് കാണാം. വിഷ്ണുവിൻ്റെ വരാഹരൂപം, ക്ഷേത്രത്തിനകത്ത് വിഗ്രഹമില്ല, അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളൊന്നും ആരാധനയില്ല. ഇതെല്ലാം സ്മാരകങ്ങളാണ്, അതായത് ചരിത്ര അവശേഷിപ്പുകളാണ്, പൈതൃക ഭവനങ്ങളാണ്. മേൽത്തട്ടിലെ കൊത്തുപണികളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും പില്ലറുകളിൽ, തൂണുകളിലെ കൊത്തുപണികൾ അതിമനോഹരമാണ്. ഇത് വാമനാവതാരത്തിൻ്റെ കൊത്തുപണിയാണ്. മഹാവിഷ്ണുവിൻ്റെ വാമനാവതാരത്തിൻ്റെ.
അകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബിംബമില്ല, നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇത് നിർമ്മിച്ച ആളുടെ കയ്യൊപ്പാണെന്ന് പറയുന്നു. നിർമ്മിച്ച ശില്പിയുടെ കയ്യൊപ്പ് നമുക്ക് ദൃശ്യമാണ്. അതാണ് ഈ ചുവരുകളിൽ കാണുന്നത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഗണങ്ങളാണ്, നൃത്തം ചെയ്യുന്ന ഗണങ്ങൾ. ഇനി നമ്മൾ നമ്മുടെ യാത്ര മൂന്നാമത്തെ ഗുഹയിലേക്ക് പോകുന്നതാണ്. വീണ്ടും നമ്മൾ വാതാബി, പണ്ട് കാലത്ത് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് വാതാബിയാണ്. കാരണം ഇവിടെ ഗണേശനെ നല്ലപോലെ ആരാധിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ സ്ഥലത്തിന് വാതാബി എന്ന പേര് വന്നത്. ഇതൊരു പടുപ്പരയോട് കൂടിയ അല്ലെങ്കിൽ ഒരു പ്രവേശന ദ്വാരത്തോടു കൂടിയ ഗുഹയാണ്. ഏറ്റവും വിപുലമായ ഒരു ഗുഹയാണ് ഇത്. ഇപ്പോൾ ആ പടുപ്പുരിയാണ് നമ്മൾ കാണുന്നത്. ആ പടിക്കെട്ടുകളിൽ നമുക്ക് തെലുങ്കിൽ എന്തെല്ലാമോ എഴുതി വെച്ചതായിട്ട് കാണാം. ചില ആലേഖനങ്ങളുണ്ട് അവിടെ. സ്റ്റെപ്പുകളിലൂടെ മെല്ലെ മന്ദം മന്ദം കയറി നമ്മളിപ്പോൾ മൂന്നാമത്തെ ഗുഹാമുഖത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൊത്തുപണികളുള്ള ഗുഹാക്ഷേത്രം. മൂന്നാമത്തെ ഗുഹയെക്കുറിച്ചിട്ടുള്ള ചെറിയ ലേഖനങ്ങളാണ്. ഇതിന് ചുറ്റുമതിലുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. ഇത് വിഷ്ണുവിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. ഇത് ഗണങ്ങളുടെ കൊത്തുപണിയുണ്ട്. അതെല്ലാം പിന്നീട് ചേർക്കപ്പെട്ടവയാണ്. അത് കല്ലിൽ നിന്ന് കൊത്തിയെടുത്തതല്ല, പിന്നീട് അവിടെ സ്ഥാപിച്ചതാണ്. ഇതെല്ലാം മിഥുനങ്ങളാണ്. ഇത് ആദിവിഷ്ണു, അതേപോലെ തൊട്ടടുത്ത് തന്നെ വരാഹമുണ്ട്, വരാഹത്തിൻ്റെ പ്രതിമ. വിഷ്ണുവിൻ്റെ വിവിധ അവതാര സ്വരൂപങ്ങൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. നിറഞ്ഞ കൊത്തുപണികളാണ് അകത്ത് കാണാൻ കഴിയുന്നത്. വിവിധ അവസ്ഥയിലുള്ള ദമ്പതിമാരുടെ രൂപങ്ങളാണ് നമ്മുടെ തൂണുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ രൂപം, അതേപോലെ തന്നെ ശിവന്റെ രൂപവുമുണ്ട്. ഇത് നരസിംഹമൂർത്തിയാണെന്ന് തോന്നുന്നു. ഇതാ വീണ്ടും ഒരു വാമന രൂപം. കാലാൽ മഹാബലിയെ ചവിട്ടി താഴ്ത്തുന്ന രൂപമാണ്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് നാലാമത്തെ ഗുഹയിലേക്കാണ്. നമ്മൾ ഇവിടെ ഏകദേശം പൂർത്തിയായി. ഈ നാലാമത്തെ ഗുഹയിലേക്ക് പോകുന്നു. ഇത് താരതമ്യേന ചെറിയ ഗുഹയാണ്. ഇതൊരു ജൈനക്ഷേത്രമാണ്. ഇത് AD 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ്. പിന്നീട്
11ഉം 12ഉം നൂറ്റാണ്ടുകളിൽ കുറേ തീർത്ഥങ്കരന്മാരുടെ പ്രതിമ കൂടി കുത്തിവെച്ച് വളരെ വിപുലമാക്കി. ഇപ്പോൾ നമ്മൾ കാണുന്നത് 4ാമത്തെ മുഖമാണ്. പ്രകൃതിരമണീയമായ സ്ഥലമാണ്. തടാകവും മലനിരകളും എല്ലാം പാടെ നമ്മുടെ കണ്ണുകൾക്ക് തരുന്ന വിരുന്ന് വിവരണാതീതമാണ്. നാലാമത്തെ ഗുഹ ഇത് ഏറ്റവും ചെറുതാണ്. അകത്ത് കുറേ തീർത്ഥങ്കരന്മാരെയും അതേപോലെ തൂണുകളിൽ കൊത്തുമണികളുമായി ഭംഗിയുള്ളതാണ്. ഇത് താരതമ്യേന 7ാം നൂറ്റാണ്ടായതുകൊണ്ട് തന്നെ 1300-1400 വർഷമേ പഴക്കമുള്ളൂ. നേരത്തെ കണ്ട ഗുഹകളെല്ലാം 5ാം നൂറ്റാണ്ടിലും 6ാം നൂറ്റാണ്ടിലും നിർമ്മിച്ചവയാണ്. തീർത്ഥങ്കരന്മാരുടെ പ്രതിമകളുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് 11ാം നൂറ്റാണ്ടിലും 12ാം നൂറ്റാണ്ടിലുമായി കൂട്ടിച്ചേർത്തതെന്ന്. ജൈനന്റെ മഹാവീരന്റെ പ്രതിമയാണ് നടുവിലുള്ളത്. ഇതെല്ലാം തീർത്ഥങ്കരന്മാരാണ്. പല പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ജൈന സന്യാസി സമൂഹമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഭാരതത്തിന് അഹിംസാ സങ്കല്പം നൽകിയത് ജൈനമതമാണ്. കർശനമായ ജീവിതശൈലി പിന്തുടർന്നത് കൊണ്ട് തന്നെ ഈ മതം കാലക്രമത്തിൽ അന്യം നിന്നു. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ലോകത്തിൽ ജൈന മത അനുയായികളുള്ളൂ. ഇത് പ്രധാന കാരണം അത് ധ്യാനവും അതേപോലെ മെഡിറ്റേഷൻ, റിയലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും വെജിറ്റേറിയനിസവും, അതായത് ഭക്ഷണത്തിലും എല്ലാം അഹിംസ പാലിക്കണമെന്നൊരു നിലപാടാണ്. അത് കാലക്രമത്തിൽ ഈ മതത്തിനെ തന്നെ ശോഷിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ജൈന സമ്പ്രദായം കൊണ്ടു മുന്നോട്ട് പോകുന്ന ജനവിഭാഗമുള്ളൂ. ഇവിടെ മതിലുകളിലെല്ലാം എന്തെല്ലാമോ കൊത്തുപണികളുണ്ട്. അങ്ങനെ ബദാമിയിലെ 4 ഗുഹകളും നമ്മൾ സന്ദർശിച്ചിരിക്കുകയാണ്. കണ്ടതിന് നന്ദി.